കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് നമ്മൾ മറക്കരുത്. ഇന്ന് യേശുനാഥൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ പല കാര്യങ്ങളും പറഞ്ഞ് വേദനിപ്പിക്കുക നമ്മൾ ചെയ്യുക. എന്നാൽ കൂടെയുള്ളവരെ പ്രാർത്ഥിക്കുക എന്നതും വലിയൊരു കാര്യം തന്നെയാണ്. യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുരോഹിത പ്രാർത്ഥന നടക്കുന്ന സമയം നമ്മുടെ കൂടെയുള്ള ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് എല്ലാ വിശുദ്ധ കുർബാനയിലും എല്ലാ ദിവസവും അവരെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ പോരാ, നമ്മൾ നിയോഗം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. കൂടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. എല്ലാവരും അവരുടെ കുറവുകൾ കണ്ട് കുറ്റപ്പെടുത്തി. ഈ നാവ് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇന്ന് യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ച അതേ കാര്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അതിന് ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശിഷ്യരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭർത്താവിൻ്റെ കുറവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭാര്യയുടെ കുറവുകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. മുനിക്ക് പുണ്യവതി ദിവികാനത്തിന് മുമ്പിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അഗസ്തീനോസിന് വേണ്ടി ആ പുണ്യാളൻ നഷ്ടപ്പെട്ടില്ല, തന്റെ മകൻ നഷ്ടപ്പെട്ടില്ല. ഇതുപോലെ കുടുംബത്തിന് വേണ്ടി, കൂടെയുള്ളവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നഷ്ടപ്പെടുകയില്ല. കർത്താവ് അവരെ പരിപാലിക്കും. 2, പ്രാർത്ഥനയുള്ളിടത്താണ് ഐക്യം ഉണ്ടാകും. പ്രാർത്ഥന ഇവിടെ നഷ്ടപ്പെടുന്നു, അവിടെ ഐക്യം നഷ്ടപ്പെടുന്നു. യേശുപ്പോ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാ, അവരൊന്നായിരിക്കുന്നതിന് വേണ്ടിയാണ്. ശിഷ്യരൊന്നായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ പരസ്പരം സമാധാനമില്ല, വഴക്കും പിണക്കങ്ങളുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. എൻ്റെ കുടുംബത്തില് സമാധാനമില്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഞങ്ങൾ ഫാമിലി എല്ലാവരോടും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന എന്ന് നഷ്ടപ്പെട്ടു തുടങ്ങുന്നു, അവിടെ സമാധാനങ്ങൾ ആരംഭിച്ചു തുടങ്ങുന്നു. അല്ലെങ്കിൽ തിരക്കാണ്. ഈ തിരക്കൊക്കെ കഴിഞ്ഞൊരു സമയം ഉണ്ടാവും കേട്ടോ. തിരക്കൊന്നുമില്ലാത്തൊരു സമയം ഉണ്ടാകും. കാരണം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്നിച്ചിതറി കിടക്കുന്ന സമയത്ത് ഒരു തിരക്കുണ്ടാകില്ല. കാരണം പ്രാർത്ഥിക്കണമല്ലോ. അപ്പോൾ പ്രാർത്ഥിച്ചു കൊടുക്കും. അപ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥനയില്ലാത്തൊരു ദിവസം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്ന് നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടോ, ഐക്യം നഷ്ടപ്പെട്ടു തുടങ്ങും. കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നതിന് കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ? നിയോഗം വെച്ച് പ്രാർത്ഥിക്കാത്തത്. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകള് മടുപ്പ് തോന്നുന്നത് എപ്പോഴാണെന്നറിയാമോ? നിയോഗം വെച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ട്. ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങൾ, ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് നോക്കി ബലിപീഠത്തിൽ ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കി. എന്തോരം പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഒരു ദിവസം നമ്മൾ പേപ്പറുകൾ വായിക്കുന്നുണ്ട്. അവരൊക്കെ കൊണ്ടുവന്ന് നോക്കി വേദനിക്കുന്ന എന്തോരം പേരാണ്. ഈ മഴക്കാല കെടുതികളിൽ ജീവിതം നഷ്ടപ്പെടുന്ന എത്രയോ പേരാണ്. അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് നീ പ്രാർത്ഥിച്ചു നോക്കിയേ. അപ്പോഴൊരിക്കലും നമുക്ക് സമയം പോകുന്നത് അറിയില്ല, ഒരു മടുപ്പും നമുക്ക് തോന്നുകയില്ല. ഈ 2 കാര്യങ്ങൾ ഇന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുക.